ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് കളറൊന്നും ചേർക്കാത്ത ബേക്കറി സ്റ്റൈൽ കറുത്ത ഹൽവ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 1.5 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല നൈസായിട്ടുള്ള പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയായിരിക്കും ഒന്നും കൂടി നല്ലത്. ഇപ്പോൾ ഞാനിവിടെ കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇത് മിക്സ് ചെയ്യാനായിട്ട് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൊടി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് വെള്ളം എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് നല്ല ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നല്ല കളറുള്ള നല്ല ബ്രൗൺ കളർ ശർക്കര കിട്ടുകയാണെങ്കിൽ അതാണ് എടുക്കേണ്ടത്. അപ്പോൾ അലുവയ്ക്ക് നല്ല കളർ കിട്ടും. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അലുവ തയ്യാറാക്കാനായിട്ട് നല്ല കട്ടിയുള്ള ഏതെങ്കിലും പാത്രമാണ് എടുക്കേണ്ടത്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ് വേണ്ടത്. ഞാനിവിടെ ഉരുളിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഉരുളിയിലേക്ക് നമുക്ക് നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര അത് ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ഫ്ലെയിം ഓണാക്കുന്നതിന് മുന്നാണ് നമ്മൾ ശർക്കര നീര് അരിച്ചൊഴിക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മൈദയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതും കൂടി ഇതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായി കൈ എടുക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഉരുളി ചൂടായി വരുമ്പോൾ ഇത് നന്നായി കുറുകി വരും. അപ്പോൾ കുറുകി വരുന്ന സമയത്ത് നമ്മൾ നന്നായി തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടി പോവും. ഇപ്പോൾ ചെറുതായി കുറുകിയിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കലാണ് നമുക്ക് ഇതിലുള്ള ഒരു പണി എന്ന് പറയണത്. ഇപ്പോൾ ഒന്നും കൂടി നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒരു ഹൈനേക്കാളും കുറച്ച് കുറവിലൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. നടുഭാഗത്തായിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. കാരണം ഗ്യാസിലായതുകൊണ്ട് തന്നെ നടുഭാഗത്താണ് പെട്ടെന്ന് അടി പിടിക്കാനായിട്ട് ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തൊട്ട് നമുക്കിനി നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സുഖമായിട്ട് ഇളക്കിയെടുക്കാനും പറ്റും. പിന്നെ നെയ്യെല്ലാം ഇതിൽ കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇപ്പോൾ ഇത് കുറേശ്ശെ ഉരുളിയിൽ നിന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അലുവയുടെ കൺസിസ്റ്റൻസി ആയിട്ടില്ല. നമുക്കിനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതൊരു 1.5 ടേബിൾ സ്പൂണാണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായി തന്നെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. പക്ഷെ നന്നായി ഇളക്കി കൊടുക്കണമെന്നുള്ളൂ, കാരണം അടുക്കി പിടിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഗ്യാസിലായതുകൊണ്ട് തന്നെ നടുഭാഗത്ത് നമ്മൾ നന്നായി തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് ശരിക്കും വിട്ടുപോരുന്ന പരിവായിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി നല്ല കളറ് വരാനുണ്ട്. നമുക്ക് കുറച്ചും കൂടിയും നെയ്യിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട്, കാരണം ഇനി ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് കുറഞ്ഞിട്ടുണ്ട്. കാരണം ശരിക്കും വിട്ട് പോകുന്ന തുടങ്ങിയല്ലോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ നെയ്യ് ഉപയോഗിക്കാതെ കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നെയ്യ് മാറി വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ നെയ്യ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റിനേക്കാളും കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും വെളിച്ചെണ്ണയും കൂടി വരുമ്പോൾ. ഇപ്പോൾ അലുവ നന്നായി കറുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഉരുളിയിൽ നിന്നൊക്കെ നന്നായി വിട്ട് വരുന്ന പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ നാളികേരക്കൊത്ത് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ മുകളിൽ മാത്രം കുറച്ച് അണ്ടിപ്പരിപ്പ് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ അലുവ ഇട്ട് വയ്ക്കാനായിട്ട് ഒരു കിണ്ണാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിൽ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ അലുവ നല്ല ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നാലാണ് അലുവ നമുക്ക് നല്ല ഷേപ്പിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേഗം ഒന്ന് ഒരു പരന്ന കയ്യിൽ വെച്ചിട്ട് നന്നായി എല്ലാ സൈഡിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നാലും നല്ല ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാതും ഇട്ടിട്ട് ആക്കി വരുമ്പോഴേക്കും സൈഡ് ഭാഗത്തൊക്കെ ഷേപ്പ് കറക്റ്റ് റൗണ്ടൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായി ഇതുപോലെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ നന്നായി പരത്തിയെടുക്കണം. നന്നായി പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അലുവ റെഡിയാക്കാനായിട്ട് 1 മണിക്കൂറാണ് നന്നായി ഇളക്കി കൊടുക്കേണ്ടി വരുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് ചൂടാറി വരുമ്പോൾ ശരിക്കും ഒന്നും കൂടി കളറിൽ വ്യത്യാസം വരും. അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോഴാണ് നന്നായിട്ട് ഉറച്ചിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കളറും നന്നായി മാറിയിട്ടുണ്ട്. നമ്മൾ വെച്ചതിനേക്കാളും ഒന്നും കൂടി ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കിണ്ണത്തിൽ നിന്നൊന്ന് വിട്ടു പോരാനായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുപോരും. അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിലായിട്ടുള്ള കളറൊന്നും ചേർക്കാതെ അടിപൊളി ഹൽവ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.